ഹായ് വ്യൂവേഴ്സ്, ഗോപൂസ് കിച്ചൺ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഹായ് കൂട്ടുകാരെ, എൻ്റെ സ്ഥലം തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയുടെ നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ആഘോഷമാണ് അത്തച്ചമയം. പണ്ട് അത്തന്നാളിൽ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സർവസൈന്യ സമേതനായി കലാസമൃദ്ധിയോടും കൂടി ഘോഷയാത്രയായി പ്രജകളെ കാണാനെത്തുന്ന സംഭവമാണ് രാജഭരണകാലത്തെ അത്തച്ചമയം. 1949 തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ രാജകീയ അത്തച്ചമയം നിർത്തലാക്കി. പിന്നീട് 1961 കേരള ഗവൺമെൻറ് ഓണം സംസ്ഥാനോത്സവമാക്കി മാറ്റിയതോടെ ജനകീയ പങ്കാളിത്തമുള്ള ബഹുജന ആഘോഷമായി രൂപാന്തരപ്പെട്ടു. മഹാരാജാവിൻ്റെ എഴുന്നള്ളത്ത് മാത്രം കേന്ദ്ര ബിന്ദുവാക്കിയുള്ള രാജകീയ അത്തച്ചമയത്തിന് രാമവർമ്മ പരീക്ഷിത് മഹാരാജാവാണ് ഏറ്റവും ഒടുവിൽ ദർശനം നൽകിയത്. അന്നത്തെ അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിട്ട് അനേകം ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ട്. രാജകീയ അത്തച്ചമയത്തിന് നഗാര കൊട്ടി കാഹളം മുഴക്കി 3 ദിവസം കോട്ടവാതിൽക്കൽ ചെന്ന് വിളംബരം പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. അതിനെ ദേശം അറിയിക്കൽ എന്ന് പറഞ്ഞിരുന്നു. തൃക്കാക്കര അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഓണപ്പതാക ഉയർത്തുന്നതോടെയാണ് അത്തച്ചമയം തുടങ്ങുന്നത്. നാടൻ കലാരൂപങ്ങളും അതുപോലെ തന്നെ ഫ്ലോട്ടുകളും, അതായത് കലാദൃശ്യങ്ങളും, പ്രച്ഛന്നവേഷക്കാരും, അങ്ങനെ ഘോഷയാത്രയിൽ എന്തെല്ലാം ഇനങ്ങളാണ് ഉള്ളത്. വഞ്ചിപ്പാട്ടുമായി ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ വരുന്നു. അടുത്തത് വേലകളിയുമായി വരുന്നു. മലയാളി മംഗമാരുടെ വേഷം അണിഞ്ഞ പെൺകുട്ടികൾ, അതുപോലെ തന്നെ മാർഗംകളി, ദഫുമുട്ടുകളി എന്ന് വേണ്ട എല്ലാ ഐറ്റവും ഉണ്ട്. കളരി, വരുന്നു ഒപ്പനക്കാര്. ഇതിപ്പോൾ ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ഒരു ഉത്സവമായി മാറി. ഭരതനാട്യത്തിന്റെ ചുവടുകളുമായി കൊച്ചുകുട്ടികൾ. വഞ്ചിപ്പാട്ട് അങ്ങനെ തകർക്കുന്നു. ഓണത്തിൻ്റെ ഒരു വരവേൽപ്പാണ് ഈ അത്തച്ചമയം. ഓണം 10 ദിവസത്തെ ഓണത്തിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ നമ്മളിതിനെ കാണുന്നു. എല്ലാ മേഖലകളിലുമുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. തെയ്യവും തിറയുമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. വന്നിരിക്കുന്നു. ഗംഭീരം തന്നെ. കഥകളി വേഷങ്ങൾ വരുന്നു. അടുത്തതായി അമ്മൻകുടം തുള്ളൽ. ഇത് എത്ര കലാകാരന്മാർക്ക് ഒരു ജീവിതമാർഗമാകുന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കുവാൻ. നല്ല ചെണ്ടമേളം, ദേവീദേവന്മാരുടെ വേഷങ്ങൾ കെട്ടിയുള്ള ആളുകളെ നോക്കൂ, എന്ത് രസമാണ് കാണാൻ. നമ്മളെ ഏതോ ഒരു സ്വപ്ന ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ഒരു അനുഭവമാണ് ഇത് കാണുമ്പോൾ. ആളുകൾ തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന ഈ കാവടിക്കൊക്കെ നല്ല ഭാരമുണ്ട്. നല്ല വെയിലത്താണ് ഈ പോകുന്നതെന്നുള്ളത് പ്രത്യേകം ഓർക്കണം.
എന്തുകൊണ്ടും മനുഷ്യ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു അവസരം തന്നെ അത്തച്ചമയം. പൊക്കാലി കെട്ടി വരുന്നു. പണ്ട് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. എന്ത് പറഞ്ഞാലും വേണ്ടില്ല, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തനിമയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പുലികളിയും ഒക്കെ ആയിട്ട് ഇതാ മുൻപോട്ട് പോകുന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം.